ഹലോ, ഇന്ന് നമുക്ക് സാരിയുടെ അതേപോലെ തന്നെ കുർത്തിയുടെ ഒക്കെ കൂടെ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഹെയർ സ്റ്റൈൽ കാണാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ മുടിയിലെ ജടയൊക്കെ നന്നായിട്ട് കളയുക. അതിനുശേഷം ഞാനിവിടെ എടുത്തിട്ടുള്ള സൈഡ് പാർട്ടീഷനാണ്. നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ സെൻറ്റർ പാർട്ടീഷൻ എടുത്തിട്ടും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് ഇതേപോലെ ചെറിയ സെക്ഷൻ മുടി എടുക്കുക. എന്നിട്ട് അതിനെ ഇതേപോലെ മൂന്നാക്കി ഭാഗിച്ചതിന് ശേഷം 2 വട്ടം നമ്മൾ സാധാരണ മെടയുന്ന പോലെ ഒന്ന് മെടഞ്ഞെടുക്കുക. എന്നിട്ട് രണ്ടാമത്തെ സെക്ഷൻ മുടി ഇതേപോലെ എടുക്കുക. എന്നിട്ട് ആ ഒരു സെക്ഷനിലേക്ക് ആദ്യത്തെ സെക്ഷനിലേക്ക് ഇതേപോലെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ മെടഞ്ഞു വരിക കേട്ടോ. അങ്ങനെ ഇതേപോലെ ചെറിയ ചെറിയ സെക്ഷൻ എടുക്കുക. എന്നിട്ട് അത് ഇതേപോലെ തന്നെ ഒന്ന് മെടഞ്ഞെടുക്കുക. അങ്ങനെ ആ ഒരു സൈഡ് ഫുള്ളായിട്ട് ഇതേപോലെ ചെറിയ ചെറിയ സെക്ഷൻ എടുക്കുക. എന്നിട്ട് ഇതേപോലെ മെടഞ്ഞ് കൊടുക്കുക കേട്ടോ. പറയണത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, നിങ്ങൾ സാവധാനം ഒന്ന് കണ്ടു നോക്കി നോക്കൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ അത് മെടഞ്ഞ് വരുമ്പോൾ ഈ ഒരു ലുക്കിലാണ് കിട്ടുക. അങ്ങനെ ഒരു സെക്ഷൻ ഇതേപോലെ മെടഞ്ഞു കൊടുത്തതിന് ശേഷം ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ തന്നെ മെടഞ്ഞു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ബാക്കിലേക്ക് ആക്കിയിട്ട് ഇതേപോലെ ടിക് ടാക് സ്ലൈഡോ അല്ലെങ്കിൽ ഇർക്കിളി സ്ലൈഡോ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കാം. ഇനി ഇതേ രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ ഓപ്പോസിറ്റ് സൈഡും ഇതേപോലെ കുഞ്ഞു കുഞ്ഞു സെക്ഷനാക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ തന്നെ ഒന്ന് മെടഞ്ഞെടുക്കുക കേട്ടോ. അങ്ങനെ ഫുള്ളായിട്ട് 2 സൈഡും ഇതേപോലെ തന്നെ ഒന്ന് മെടഞ്ഞെടുക്കുക. അപ്പോൾ ഈ ഒരു ഹെയർ സ്റ്റൈൽ നമുക്ക് സാരിയുടെ കൂടെ അതേപോലെ തന്നെ കുർത്തിയുടെ കൂടെ ഇനി ലോങ് ഹെയർ ആയാലും ഷോർട്ട് ഹെയർ ആയാലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ്. ഞാനിത് പറയുമ്പോൾ എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ നിങ്ങൾ സാവധാനം എന്തായാലും ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ നമുക്ക് അതൊന്ന് കണ്ടു നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഒന്നും കൂടി നമുക്ക് സ്ലോ ആയിട്ട് കാണുമ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടതെന്നുള്ള മനസ്സിലാവും. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഓപ്പൺ ഹെയർ ആയിട്ട് അങ്ങനെ ഇടാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഫുള്ളായിട്ടൊന്ന് മെടഞ്ഞെടുക്കാം. ട്രഡീഷണൽ ഔട്ട്ഫിറ്റിൻ്റെ കൂടെ ഇതേപോലെ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ പൂവൊക്കെ വെച്ചെടുക്കുമ്പോൾ കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടു നോക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുള്ളാന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ഹെയർ സ്റ്റൈൽ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.